വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത് തുടങ്ങല്ലേ ഇപ്പൊ? മുത്താൻക റെഡി അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു കാവൽ ചോദിക്കുന്ന അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന രണ്ട് സൂറത്തുകളാണ് നാസും അതുപോലെ തന്നെ ഫലക്കും. അതിന് കൂട്ടിയിട്ട് നമ്മളെന്ത് മുഅവ്വിദത്തൈനി എന്ന് പറയുന്നുണ്ട്. ഔദു അതിൽ നിന്നാണ് എന്ത് മുഅവ്വിദത്തൈനി എന്ന പദം ഉള്ളത്. കാവൽ ചോദിക്കുന്ന രണ്ട് സൂറത്തുകളാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സൂചിപ്പിച്ചു. നബിതങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിഹിർ വന്നൊരു ചരിത്രമുണ്ട്. പപ്പയാണ് അതിൽ നിന്നും മോചിതനാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇത് മദനിയാണ്, മദീനയെ വെച്ചിട്ടാണ് എന്ത് സിഹിർ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഏത് വർഷമാണ്? ഏകദേശം ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ഹുദൈബിയ സന്ധി ഹിജ്റ ദുൽഹിജ്ജ ഹുദൈബിയയിൽ നിന്ന് മടങ്ങി പോകുന്ന അവസരത്തിലാണ്. ഹിജ്റ 7 ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഹുദൈബിയ എന്തായി ഇങ്ങനെ മടങ്ങി പോകുന്ന സമയത്താണ്. ഇപ്പോ യഹൂദികളിലെ നേതാക്കന്മാർ ആരുടെ അടുത്ത് വന്നു? ലബീദ് ബിനുൽ അസം എന്ന് പറഞ്ഞ ലബീദ് ബിനുൽ അസം എന്ന് പറഞ്ഞ ഒരു വലിയ സിഹിറിന്റെ ചങ്ങായി ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, അപ്പൊ മൂപ്പര് വലിയ സിഹിറിന്റെ ആളാ. പറഞ്ഞു അന്ത അസ്ഹറുന അലമുന ബിസിഹിരി. ഇപ്പോ ഒരു ടോപ്പാക്കി, എന്താണ്, നിങ്ങൾ വലിയ സിഹിറിന്റെ ആളാണ്, നമ്മളിലൊക്കെ അതിൽ ഏറ്റവും വിവരമുള്ള ആളാണ്. നമ്മള് മുഹമ്മദിനെ സിഹിർ ചെയ്തു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഹിർ ചെയ്തു. പക്ഷെ എന്തില്ല, ഓർക്ക് ഏറ്റില്ല. അപ്പൊ നമ്മളെ സിഹിറൊന്നും ഏറ്റില്ല. അപ്പോ കുറച്ചുകൂടി വലിയ മുന്തിയ ആളെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ലബീദിന്റെ അടുത്തേക്ക് ചെന്നത്. നഹ്നു നജ്അലു ലക ജുഅലൻ അലാ അൻ തസ്ഹറഹു ലനാ സിഹ്റൻ യുഅസ്സിറു ഫീഹി. അപ്പോ ഒരു നബിക്ക് ഏൽക്കണ ഒരു സിഹിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് പോയി, ലബീദിന്റെ അടുത്ത്. എന്നിട്ട് 3 ദീനാറും കൊടുത്തു, 3 ദീനാർ കൊടുത്തു. ഓക്കെ, അപ്പോ അങ്ങനെ അതിനു വേണ്ടി ഇവർ ഉപയോഗിച്ച ടെക്നിക്ക് എന്താന്ന് വെച്ചാല്, ഒരു യഹൂദിയായ ഒരു ഹാദിം ഉണ്ടായിരുന്നു. മുമ്പ് നബി തങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. അപ്പോ അയാൾ ഉപയോഗിച്ചിട്ട് എന്തായി, ഒരു നബി തങ്ങളുടെ ചീർപ്പെടുത്തു. പിന്നെ ചീർപ്പിൽ നിന്നുള്ള കുറച്ച് പല്ലെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അത് ഈ സിഹിർ ചെയ്യുന്ന ആൾക്ക് ലബീദിന് കൊടുത്തു. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിഹിർ ചെയ്യുന്നത്. പിന്നെ മെഴുകുകൊണ്ട് എന്തായി, നബി തങ്ങളുടെ രൂപം കോലുണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്നിട്ട് ആ കോലത്തിൽ എന്തായി, കുറെ നൂല് കെട്ടി 11 നൂലിട്ട് ഒരു കുടുക്കൊക്കെ ഉണ്ടാക്കി കെട്ടി. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സിഹിർ ചെയ്യുന്നത്. അങ്ങനെ നബി തങ്ങൾക്ക് എന്തായി, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സൂറത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ഈ സൂറത്ത് ഇറങ്ങിയിട്ട് ഇത് 11 കൊടുക്കാനുണ്ടായിരുന്നത്, കെട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഓരോ വട്ടം സൂറത്ത് ഓതുമ്പോൾ എന്ത് ചെയ്യും, ഓരോ കൊടുക്കും ഇങ്ങനെ അഴിഞ്ഞു പോകും. അങ്ങനെ എന്ത് ചെയ്യും, സിഹിർ ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഓക്കെ, നബിതങ്ങൾ അങ്ങനെ സിഹിർ ബാധിച്ച് എത്ര കാലം ഉണ്ടായി? 40 ദിവസമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, 6 മാസമാണെന്ന് പറഞ്ഞ ചരിത്രമുണ്ട്. അപ്പൊ അതാണ് ഇത് ഇറങ്ങാനുണ്ടായ കാരണം കേട്ടോ. അപ്പൊ ഇതും അതിന് മുമ്പുള്ള ഇതും അതിന് ശേഷമുള്ളതും അങ്ങനെ തന്നെ. റബ്ബിൽ ഫലക്കും നാസും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇതിന്റെ മുമ്പുള്ള സൂറത്ത് എന്തായിരുന്നു? ഇഖ്ലാസ് ആയിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മള് ഹാഫിളുമാര് ഖുർആൻ പഠിക്കൽ ഇങ്ങനെ ഈ ഓർഡറിലാണ്. ഒരു അവസാനത്തെ 10 ദിവസമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും,
ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കും, പിന്നെ ഇവിടുന്ന് ആദ്യത്തിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ പഠിക്കും. പിന്നെ ഇത് എഴുതിയതും അങ്ങനെയാണ്, ഇത് അവസാനത്തുനിന്ന് അങ്ങോട്ടാണ് എഴുതിയത്. എന്നിട്ട് ആദ്യം സുയൂത്തിമാവാണല്ലോ തുടങ്ങിയത്, നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. സുയൂത്തിമാവ് തുടങ്ങി, ഇതൊക്കെ സുയൂത്തിമാമ എഴുതിയ ഭാഗങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് കഫ് വരെ എഴുതി, അവിടുന്ന് ഇങ്ങോട്ട് എന്തായി, പിന്നെ മഹല്ലി ഇമാം എഴുതി. അങ്ങനെ ജലാൽ സുയൂത്തിയും ജലാലുൽ മഹല്ലിയുമാണ്. അതുകൊണ്ടാണ് തഫ്സീറിന് തഫ്സീറുൽ ജലാലീനി എന്ന് പേര് വന്നത്. രണ്ട് ജലാൽ അവരുടെ തഫ്സീർ എന്ന് പേര് വന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള എന്താണ്, ഇഖ്ലാസ് സൂറത്താണ്. അപ്പൊ അതിലെന്തായി, ഉലൂഹിയത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അള്ളാഹു ആരാണ് എന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ അതിനുശേഷം ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കാണ്. അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ടു, അള്ളാഹുവിന്റെ കുറിച്ച് വ്യക്തമായി കഴിയുമ്പോൾ ആ അള്ളാഹുവിനോട് എന്താണ്, കാവൽ ചോദിക്കാണ് നമുക്കുള്ള പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. അപ്പോ ഈ സൂറത്തിലേക്ക് കിടക്കാം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. ഖുൽ, നബിയെ തങ്ങൾ പറയുക. ഖുൽ എന്ന് പറഞ്ഞാൽ നബി തങ്ങളോടുള്ള കൽപ്പനയാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിൽ ഫലക്. ഫലക് എന്ന് പറഞ്ഞാൽ അസുബ്ഹ്, സുബ്ഹിന്റെ പ്രഭാതത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഫലക് എന്ന് പറഞ്ഞപ്പോ സുബ്ഹാണ്. റബ്ബുൽ ഫലക് എന്ന് പറഞ്ഞാൽ ഫലക്കിന്റെ രക്ഷിതാവായ, റബ്ബുൽ ആലമീനിലെ ലോകരക്ഷിതാവായ, നമ്മൾ ഫാത്തിഹയിൽ പഠിച്ചു, റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ, ഒരു ലോകമല്ല കുറെ ലോകങ്ങളുണ്ട്, അവരുടെയൊക്കെ രക്ഷിതാവായ. ഇവിടെ റബ്ബുൽ ഫലക് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. പ്രഭാതം എന്ന് പറഞ്ഞപ്പോ എന്താ, ഇരുട്ട് കഴിഞ്ഞ് ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ വെളിച്ചം പരക്കുന്ന ഒരു നല്ല സമയമാണ്. അവിടെ ഒരു തഫാവുലുണ്ട്, ഒരു ശുഭപ്രതീക്ഷ ഉണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോ രാത്രി ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാവും. പകലാകുമ്പോ നിർഭയാണ്, നിർഭയത്തുണ്ട്. ഓക്കെ, ഇരുട്ടിൽ നിന്ന് ഒരു സന്തോഷത്തിലേക്കുള്ള ഒരു സംഭവമാണ് എന്ത്, വെളിച്ചം വരുമ്പോ ഉണ്ടാവണത്. പിന്നെ എന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്, ലൗദു റബ്ബിൽ ഫലക്ക്, ഫലക്കിന്റെ സുബ്ഹിന്റെ രക്ഷിതാവ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലക്ക്, മിൻ ശർരി മാ ഖലക്ക്, അള്ളാഹു താല സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷെറിൽ നിന്ന്. മിൻ ശർരി മാ ഖലക്ക്, അപ്പോ അത് എന്തൊക്കെ പെട്ടു, അള്ളാഹു സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ എല്ലാ ജീവികളും പെടും അല്ലെ, അള്ളാഹു മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ് അവൻ സൃഷ്ടിച്ചത്. അവനെ സൃഷ്ടിച്ച ആരാന്ന് ചോദിക്കാൻ പാടില്ല. ഓക്കെ, അതില്ല. ഒരു സംഭവം ആദ്യം വേണം, എന്നാലാണ് പിന്നെ അതിന് തുടർന്ന് എന്ത് ചെയ്യാ ബാക്കി ഉണ്ടാവുക. ഓക്കെ, പിന്നെ അപ്പൊ അതിനെ സൃഷ്ടിച്ചത് പടച്ചോനെ സൃഷ്ടിച്ചത് ആരാനുള്ള ചോദ്യത്തില് അതൊരു ശരിയായ ചോദ്യമല്ല. ഓക്കെ, ബുദ്ധിയുള്ളവരെ സമ്മതിക്കും ആ വിഷയം. ഇഖ്ലാസിലൊക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കാം. അപ്പൊ എന്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നതാണ്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സാധനത്തിൽ നിന്നും. അപ്പൊ അതിലെന്തൊക്കെ പെട്ടു, പിന്നെ ഹയവാനിൻ മുക്കല്ലഫിൻ, മനുഷ്യന്മാര് മുക്കല്ലഫായ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ ഷെറിൽ നിന്ന്. ഒരു മുക്കല്ലഫിൻ, മുക്കല്ലഫ് അല്ലാത്ത ബുദ്ധിയൊന്നും ഇല്ലാത്ത കുറെ ജീവികളുണ്ടാവും, അവരുടെ ഷെറിൽ നിന്നും. അപ്പൊ ജമാദിൻ, ഇനി അതല്ലാത്ത ഉറച്ച സാധനങ്ങളുണ്ട്, ഏതുപോലെ സുമ്മ്, വിഷം, വൈദ്യുതാലിക്ക, അല്ലെങ്കിൽ കല്ല്, പർവ്വതങ്ങള്, വേറെയുള്ള കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ പടച്ചോൻ സൃഷ്ടിച്ച ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും, ഇതിൻ്റെതൊക്കെ ഷെറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ശർരി മാ ഖലഖ്. ഓക്കെ, അപ്പൊ പ്രഭാതത്തിലെ റബ്ബിനോട് എന്തായി, കാവൽ ചോദിച്ചു. ഇനി അതിന് ശേഷം വരുന്ന വാക്കാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. മിൻ ശർരി ഗാസിഖ്, ഗാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ, രാത്രി.
രാത്രിയുടെ ഷെറ് ഇതാ വക്കബ്, വക്കബ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാന്ന് അർത്ഥം. ഓക്കെ, ഇനി ചന്ദ്രൻ പ്രവേശിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ചന്ദ്രൻ വരല് രാത്രിയാണല്ലോ. അപ്പൊ ഈ അൽ ലൈലു ഇതാ അദ്ലമ അവിൽ അവിൽ കമറു ഇതാ ഗാബ. ഇപ്പൊ രാത്രി ഇരുട്ടിയാൽ, അല്ലെങ്കിൽ കമറ് ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ, ചന്ദ്രൻ അപ്രത്യക്ഷമാകുമ്പോ ഫുൾ ഇരുട്ടാവും. അപ്പൊ അതാണ് ഗാസിക്കിന്റെ അർത്ഥം പറഞ്ഞത് കേട്ടോ. ഗാസിക് എന്ന് പറഞ്ഞാൽ വെളിച്ചം, അല്ല ഇരുട്ട് പരന്നാൽ, സൂര്യൻ അസ്തമിക്കലോടുകൂടി ഇരുട്ട് പരക്കും. ആ ഇരുട്ട് പരന്നാൽ എന്നാണ് അർത്ഥം. അപ്പൊ അമീൻ ശരി ഗാസിക്കിന്റെ ഇതാ വക്കബ്, ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷെറുകൾ, ആ ഷെറിൽ നിന്നും പടച്ചവനെ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി തങ്ങൾ പറയുക എന്നാണ് അതിന്റെ അർത്ഥം. ഒമിൻ ഷെർരിൻ നഫാസാത്തി. അപ്പൊ പ്രഭാതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായി, രാത്രി ഉണ്ടാവുന്ന പ്രശ്നങ്ങളായി. ഇനി ഒമിൻ ഷെർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്. പിന്നെ ആരിൽ നിന്നുള്ള ഷെറിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. ഒമിൻ ഷെർരി, അപ്പൊ ഇത് പറഞ്ഞ മുമ്പിലേക്ക് ചേർത്തിട്ടാണ്. ഓക്കെ, മുമ്പെന്ന് പറഞ്ഞ കുല്ലൗദു റബ്ബിൽ ഫലക്ക് മിൻ ഷെർരി മാ ഖലക്ക്. അപ്പൊ ആദ്യം ഒരൊറ്റ ഔദു പറയുന്നുള്ളൂ. അപ്പൊ ഔദു എന്തുണ്ട്, ഞാൻ കാവൽ ചോദിക്കുന്നു. പിന്നെ ഇങ്ങനെ അത്തഫിട്ടിട്ട് പറയാണ്, ഇങ്ങനെ ചേർത്തി പറയാണ്. മിൻ ഷെർരി മാ ഖലക്ക് വമിൻ ഷെർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷെർരി നഫാസാത്തി ഫിൽ ഉഖദ്. അപ്പൊ ഈ ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കൂലേ, അതിന് പകരമാണ് മലയാളത്തിലല്ല അറബിയില് വാവ് ഉപയോഗിക്കുക. മലയാളത്തില് അതും എന്ന് പറയല്ലോ, അതും പിന്നെ അതിനോട് ചേർത്തിട്ട് മറ്റതും. ആ എന്ന സംഭവമാണ് എന്ത്, അറബിയിലെ വാവ്. ഒമിൻ ഷെർരി നഫാസാത്തി. അപ്പൊ ഇതും എന്തിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. ഷെർരിൻ നഫാസാത്തി, ഊതുന്ന ടീമുണ്ട്. അപ്പൊ അതാണ് എന്ത്, സിഹർ ചെയ്യുന്ന ആൾക്കാര്. അസ്സവാഹിരി തൻഫുസു ഫിൽ ഉഖദി. ഇവർ ഈ നൂല് കെട്ടിയിട്ട്, നൂലെന്തായി, ഇപ്പൊ നബിതങ്ങൾ ആ കോല ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ നൂല് കെട്ടി കുടുക്കുണ്ടാക്കിയിട്ട് അതിൽ ഊതാ ചെയ്ത്. അപ്പൊ അങ്ങനെ ഊതുന്ന ടീം ആരെയാണ് ഉദ്ദേശിച്ചത്, സിഹർ ചെയ്യുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. അതാണ് മിൻ ഷെർരി നഫാസാത്ത്, മിൻ ഷെർരി നഫാസാത്തി ഫിൽ ഉഖദ്. അപ്പൊ ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ട്, കെട്ടിൽ, ആ നൂലിൽ, അതിൽ ഊതുന്ന, സിഹർ ചെയ്യുന്ന ആൾക്കാരുടെ ഷെറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. അല്ലത്തി തഅഖുദുഹാ ഫിൽ ഖൈത്തി തൻഫഖു ഫിഹാ ബിശൈഇൻ. ഇങ്ങനെ അവര് അതിനെ കെട്ടും, ഹൈത്തി നൂലിൽ കെട്ടും, ഓരോ കുടുക്കുണ്ടാക്കിയിട്ട് കെട്ടും. തൻഫഖു ഫിഹാ ബിശൈഇൻ, എന്നിട്ട് ഓരോ കുറെ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും, അതിലൂതും. ഓക്കെ, തഖൂലുഹു മിൻ ഗൈരി റീഖ്. അപ്പൊ റീഖ്, തുപ്പലില്ലാണ്ട്, ഉമിനീരില്ലാണ്ട് ഊതുന്നതിനാണ് നഫസ് എന്ന് പറയാം. നഫസ് എന്ന് പറയാ ഉമിനീരില്ലാണ്ട് ഊതുന്നതിനാണ്. അപ്പൊ അതേപോലെ ഊതും. ഓക്കെ, കാല ജമഖ്ശരി. ഇനി വേറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉമിനീരും കൂട്ടി ഊതുന്നതിനാണ് ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കബനാത്തി ലബീദിൻ മദ്കുർ. അപ്പൊ ഈ ലബീദിന്റെ ഈ കഥയിലുള്ളത് പോലെ അവരെന്താണ്, തുപ്പലം കൂട്ടിയിട്ടാണ് ഊതിയത് എന്ന് പറയുന്നുണ്ട്. ഇനി വമിൻ ഷെർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇനി വേറെന്തില്ലെന്ന് കാവൽ ചോദിക്കാണ്. ഹാസിദ് ഇദാ ഹസദ്, അസൂയയുള്ളവരുടെ അസൂയയിൽ നിന്ന്. അസൂയ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് എങ്ങനത്തെ അസൂയാണെന്നാ ഇവിടെ പറഞ്ഞത്, അൽഹറ ഹസദഹു. അപ്പൊ ഇവര് അസൂയ വെളിവാക്കുന്ന സാഹചര്യം അമില ബി മുക്തദാഹു. ഇനി അസൂയക്ക് അനുസരിച്ച് അവര് ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോഴാണ് ഈ അസൂയ വെക്കപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാ, മഹ്സൂദിന് ബുദ്ധിമുട്ടുണ്ടാകാം. അല്ലെങ്കിൽ അസൂയ വെച്ച ആൾക്കാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ വേറൊരാളോട് അസൂയ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇങ്ങനെ അടക്കി പിടിച്ച് നടക്കുകയാണെങ്കിൽ അത് പ്രശ്നം നമുക്കാണ്. അപ്പൊ നമ്മളെ മെന്റൽ എന്താണ് സ്ട്രെങ്ത്തിനെ ബാധിക്കും, മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
ഇനി അത് വെളിവാക്കാൻ ഉദ്ദേശിക്കുകയാണ്, അവൻ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം, അവൻ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണം എന്നതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അവന്റെ ശത്രുക്കളെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതെന്ത് ചെയ്യും, മറ്റൊരാൾക്ക് പ്രയാസമാകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രയാസത്തെ തൊട്ടും കാവൽ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. മീൻസ് ഹാസിദിന്റെ ഹസദ്, എല്ലാ അസൂയ വെക്കുന്ന ആൾക്കാരുടെയും, അവർ അസൂയ വെച്ച് കഴിഞ്ഞാൽ അതായത് അൽഹറ ഹസദഹു ഫഅമില ബിമുഖ്തദാഹു, ഇവര് ഹസദ് വെളിവാക്കുകയും അതിന്റെ അതനുസരിച്ച് ഹസദ് അനുസരിച്ച് പ്രവർത്തിക്കുകയും അമല് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ തൊട്ട് എന്ത് ചെയ്യുന്നു, കാവൽ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലബീദ് അൽ മദ്കൂരി മിനൽ യഹൂദിൽ ഹാസിദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ ചരിത്രത്തില് നബിതങ്ങളോട് ഹസദ് കാണിച്ച യഹൂദികൾ, ഓക്കെ, യഹൂദികൾ എന്തായി, ലബീദിന്റെ അടുത്ത് പോയിട്ട്, ഈ ഹസദ് കാരണമാണ് എന്തായത്, ലബീദിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു സിഹർ ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങളെ ഒതുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഹസദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താ, അസൂയ. അസൂയ എന്ന് പറഞ്ഞാല് അസൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അസൂയനെ നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റും അസൂയനെ? ഉം? അങ്ങനെ മറ്റൊരാൾക്കുണ്ടാണ്. യെസ് യെസ്. ആ, അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ഉണ്ടാവാ, ആ ഹസദ് പറഞ്ഞ ആ ഒരു സംഭവമാണ്. അപ്പോ ദുനിയാവിലെയും സ്വർഗത്തിലെയും ഭൂമിയിലെയും ആദ്യത്തെ തെറ്റ് ഹസദാണെന്നാ പറഞ്ഞത്. അതെന്താണ്, ബിലീസിന് ആദം നബിയോട് തോന്നിയത് എന്താണ്, ഹസദാണ്. അവര് എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തപ്പോ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദം നബി നമ്മളൊക്കെ ഉഷാറായോ എന്നൊരു തോന്നൽ, എന്നൊരു അസൂയ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നെ ദുനിയാവിലേക്ക് വന്നപ്പോയോ ആദ്യമായിട്ട് ആ കാബീൽ എന്തായി, ഹാബീലിനെ കൊന്നു, അല്ലെ? അപ്പൊ അതെന്താണ്, ഒരു പെണ്ണിന്റെ വിഷയമാണ്, അവിടെ ഹസദ് ഉള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയില്ല, മറ്റൊരാൾക്ക് കിട്ടി. ഉം. അപ്പോ അങ്ങനെ ഈ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇവിടത്തെയും സ്വർഗത്തിലെയും ഭൂമിയിലെയും ആദ്യത്തെ എന്താണ് ദോഷം, അത് ഹസദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് വിഷയത്തിൽ ഹസദ് പറ്റുന്നുണ്ട്, അല്ലെ? ഇൽമിലൊക്കെ, മാലിലും ഇൽമിലും. അത് ഏത് വിഷയത്തിലാ വെച്ചാല് ഇതുപോലത്തെ ഹസദല്ല അത്. മറ്റൊരാൾക്കുണ്ടായ സംഭവങ്ങൾ മാറിപ്പോണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. പോസിറ്റീവായ ഹസദ് എന്ന് പറഞ്ഞാല് മറ്റൊരാൾക്ക്, ഒരാൾ ഇൽമുണ്ട്, ഒരാൾക്ക് നല്ല വിവരമുണ്ട്, അപ്പൊ അയാൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള സ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ദീനിനനുസരിച്ച്, ദീൻ എന്താണ് പറഞ്ഞത് അതനുസരിച്ച് തീരുമാനം എടുക്കാനോ അങ്ങനെ ജീവിക്കാനോ അയാൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ആവുമ്പോ അതിൽ നമുക്ക് അസൂയക്കാവും, അയാളെ പോലെ ആവണം എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് പറ്റും. അതേപോലെ തന്നെ വേറൊരാൾക്ക് നല്ല സമ്പത്തുണ്ട്, അയാൾ പടച്ചവന് ഇഷ്ടമുള്ള മാർഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചിലവഴിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ആ പൈസ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അപ്പോഴും എന്ത് പറ്റും, ആ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള അസൂയ പറ്റും. അതുപോലെ സമ്പാദിക്കണം എന്നും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നും നല്ല രീതിയിൽ ചെലവഴിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലേ, ലബീദിന്റെ സിഹർ ഏറ്റപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ കോല ഉണ്ടാക്കിയിട്ട് എന്തായി, അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ആ സ്ഥലം നബിതങ്ങൾക്ക് എന്തായി, നബിതങ്ങൾ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു, അത് എന്തായി മുമ്പിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ സൂറത്ത് ഓതാൻ വേണ്ടി, ഈ രണ്ട് സൂറത്തുകൾ, അതാണ് മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലക്കും നാസും ഓതാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ കുടുക്കായിട്ട് എന്തായി അഴിഞ്ഞു പോന്നു. അങ്ങനെ ഓരോ ഫുള്ള് 11 തൊട്ട് ഓതിക്ക 11 കൊടുക്കാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഫുള്ള് ഓതി കഴിഞ്ഞപ്പോ എന്തായി മോചിതനായി അതിൽ നിന്ന്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സൂറത്ത് മൊത്തത്തിൽ ഒന്നുകൂടി നോക്കണോ? മീൻസ് സൂറത്ത് മാത്രമായിട്ട്. ഇപ്പൊ നമ്മള് ഷറഹ് കൂട്ടിയല്ലേ വായിച്ചത്. ഇനി സൂറത്തിന്റെ ഖുറാന്റെ മാത്രം അർത്ഥം നോക്കണോ? അതാണ് ഇപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഇതിന്റെ ഇറങ്ങാനുണ്ടായ കാരണം സബബുൻ നുസൂല് അത് നമ്മൾ പറഞ്ഞു ഇല്ല, ഇങ്ങനെ സിഹിർ വന്ന സമയത്താണ്. ഇനി ഇതിൽ കാവൽ ചോദിക്കാണ് പ്രധാനമായിട്ടുണ്ടായത്. അതാണ് തുടക്കം. കുൽ നബിയെ തങ്ങൾ പറയുക ഔദു ബിറബ്ബിൽ ഫലക്ക്, ഫലക്കിന്റെ സുബഹിന്റെ പ്രഭാതത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ച അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷെറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. പിന്നെ എന്തിൽ നിന്നും? വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, പിന്നെ ഈ രാത്രിയിൽ നിന്നും, രാത്രിയുടെ ഷെറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇദാ വഖബ്, ആ രാത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ, രാത്രി ഉണ്ടാകുന്ന, രാത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാവൽ ചോദിക്കുന്നു. അല്ലെങ്കിൽ ചന്ദ്രൻ മറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരർത്ഥമുണ്ട്. ഇനി അമിൻ ശരി നഫാസാത്തി, ഇനി ഡയറക്റ്റ് ആയിട്ട് ആ സിഹറിന്റെ വിഷയത്തിലേക്ക് പോവാണ്. അമിൻ ശരി എന്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു? നഫാസാത്തി ഫിൽ ഉഖദ്, ഈ കെട്ടുണ്ടാക്കിയിട്ട് അതിൽ ഊതുന്ന, നഫാസാത്ത് പറഞ്ഞ ഊതുന്ന ആൾക്കാരാ, അവരുടെ ഷെറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. അവരുടെ ഷെറിനെ തൊട്ടുന്നേ ഉള്ളൂ, നമ്മൾ മുമ്പിലേക്ക് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാവൽ ചോദിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നത്. അതാണ് അമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, സിഹറന്മാരുടെ, അവരുടെ ഷെറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. പിന്നെ ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, എല്ലാ ഹസദുള്ള ആൾക്കാരുടെയും അവരതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഷെറിനെ തൊട്ടും എന്ത് ചെയ്യുന്നു? കാവൽ ചോദിക്കുന്നു. മൊത്തത്തില് 4, പ്രഭാതത്തിലെ, രാത്രിയിലെ, പിന്നെ സിഹറിന്റെ ആൾക്കാരുടെ, പിന്നെ ഹസദുള്ളവരുടെ, ഇതിൽ നിന്നൊക്കെ കാവൽ ചോദിക്കുകയാണ് ഈ സൂറത്തിൽ മൊത്തത്തിൽ ഉണ്ടായത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഈ അർത്ഥം കൂടി മനസ്സിലേക്ക് വരണം. അതാണ് നമ്മൾ ചെറിയ സൂറത്ത് കൊണ്ട് തുടങ്ങിയത്. ബക്കറൊക്കെ തുടങ്ങിയ നമ്മള് കുറെ ദിവസം എവിടെ എത്തൂല, ഒരു സൂറത്ത് കഴിയൂല. പിന്നെ നമ്മളെ എപ്പോഴും ഓതുന്ന സൂറത്തല്ലല്ലോ. എപ്പോഴും ഓതുന്ന സൂറത്തിന്റെ അർത്ഥങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിലും അല്ലെങ്കിൽ അല്ലാത്തപ്പോ അത് കേൾക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഉപകാരപ്പെടണം ഇൻഷാ അല്ലാഹ്. എല്ലാത്തിനും പറ്റും. മന്ത്രിച്ചൂതി കുടിക്കാൻ പറ്റും. അത് ചൊല്ലിയാൽ തന്നെ ശിഫയാണ്. ഇനി നബിതങ്ങള് ഉറങ്ങണ സമയത്ത് എന്തായി? ഇതൊക്കെ ചൊല്ലിയിട്ട് കൈമേൽ ഊതിയിട്ട് മേലിൽ മൊത്തം തടകാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റും. അതൊക്കെ പിന്നെ ഓരോ ഇജാസത്ത് കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അവിടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ഇജാസത്ത് കിട്ടും. ഇതൊക്കെ നബിതങ്ങള് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. ഇത് ഈ ശരീരത്തിൽ മൊത്തത്തിൽ ഊതുന്നത്. അങ്ങനെയല്ല, എത്ര വട്ടം ഓതാനും പറ്റും. പിന്നെ ഈ 1,00,000 ഓതാറുണ്ടല്ലോ, മരിച്ചവർക്ക് വേണ്ടിയിട്ട് 1,00,000 ഇഖ്ലാസ് ഒക്കെ ഓതാറുണ്ട്. പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ളതാണ്. പിന്നെ ഈ ചികിത്സന്റെ ഒക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും.
എങ്ങനെയാണ് ചിലപ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ വിഷയത്തിന് ഓതേണ്ട സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെ ഉണ്ടാവും. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ മന്ത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത് ഓരോ ആവശ്യത്തിനായിട്ടുള്ള ദിക്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്തൊരു ഒരു പുസ്തകം തന്നെ ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അത് ഊതാണ്ടിരിക്കാം. അങ്ങനെ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഊതിയാലും പ്രശ്നമില്ല, ഊതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഉം, ആ ഊതുന്നതിൽ തെറ്റൊന്നും പറഞ്ഞു കേട്ടില്ല. ഊതണം എന്ന് പറയുന്ന ഉസ്താദന്മാര് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഊതണ്ടാന്ന് പറഞ്ഞ അല്ല, ഊതണ്ടാന്നല്ല, ഊതിയാലും ഊതിയില്ലെങ്കിലും ഒരേപോലെയാണെന്ന് പറയുന്ന ഉസ്താദന്മാരുണ്ടായി. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, ശരി. അപ്പൊ അതാണ്. ഇനി അടുത്ത സൂറത്താണ് എന്ത്? ഇഖ്ലാസ്. അപ്പൊ ഇത് ഖുറാന്റെ മൂന്നിലൊന്നാണ് എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്താണ്. അപ്പൊ ഇതിനാണ് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ സ്ഥാപിക്കണ സൂറത്താണ്. സൂര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിഹി. അപ്പൊ ഇതെപ്പോ ഇറങ്ങി വെച്ചാല് റബ്ബിനെ പറ്റി ചോദിച്ചു. ഓക്കെ, അറിയാൻ വേണ്ടിയിട്ട് എന്തായി, റബ്ബിനെ പറ്റി ചോദിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പൊ ഇത് റബ്ബ് ആരാണത് പഠിപ്പിച്ചു കൊടുക്കാണ്. നബി ഞങ്ങളാണല്ലോ റബ്ബിനെ പറ്റി പറഞ്ഞത്. ഇസ്ലാമിന്റെ വലിയ സന്ദേശം തന്നെ എന്താ, അതിന്റെ മേലിലാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഒരുപാട് സ്വഹാബത്തും മക്കയിലൊക്കെ തുടക്കകാലത്ത് ആദ്യകാലത്ത് ഉണ്ടായ സ്വഹാബത്തൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ ഒരു സന്ദേശം എത്തിച്ചതിന്റെ മേലാണ്. ആണ് കുല്ലു ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഒരുവനാണ്. അള്ളാഹു താലാക്ക് വേറെ ആരുമില്ല. അവനെയാണ് എല്ലാ കാര്യത്തിലും ആശ്രയിക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിന്റെ കോറായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം. അത് എത്തിച്ചതിന്റെ മേലിലാണ് എന്ത് ചെയ്യുന്നത്, മക്ക മുശ്രിക്കീങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിബിധങ്ങളും സംഘവും ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പൊ മക്കാർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവര് അള്ളാഹുവിനെ മാത്രല്ല, കാബയുണ്ട്. കാരണം ഈ അള്ളാഹ് എന്നുള്ള സങ്കല്പമൊക്കെ ഇതിനു മുമ്പേ അവിടെ ഉണ്ടായതാണ്. പക്ഷെ അവർ അതിനോട് കൂടെ തന്നെ പല ബിംബങ്ങളെയും ലാത്ത, ഉസ്സ, മനാത്ത അതുപോലുള്ള ഇഷ്ടം പോലെ വിഗ്രഹങ്ങളെയും ബാക്കിയുള്ളതിനെയൊക്കെ ആരാധിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പൊ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഇസ്ലാം കൊണ്ടുവന്നത്. ഇസ്ലാമിന്റെ മെയിൻ സംഭവം എന്താ, ഏകദൈവ സങ്കല്പമാണ്. അള്ളാഹു ആണ്, അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ, അവനാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഇതിൽ പഠിക്കണ്ടാവും. അള്ളാഹുവിന്റെ റാത്തും സിഫത്തും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം കൂടിയാണ്. മദ്രസയിലൊക്കെ ഇപ്പൊ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ പഠിക്കണോണ്ട് ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട വിഷയം കൂടിയാണ്. പക്ഷെ നമുക്ക് ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് വശം കൂടി ഉണ്ട്. എങ്ങനെയാണ് ദൈവം ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താണ് എന്ന് തുടങ്ങിയുള്ള കുറച്ച് സംഭവം കൂടി ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, ഇവിടെ കുൽ ഹുവല്ലാഹു അഹദ്. ഖുർആനിൽ ഇഖ്ലാസ് സൂറത്തിലാണ് പറയണ എന്താണ്, നബിയെ ഞങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണ്. ഹുവല്ലാഹു അഹദ്, അള്ളാഹു തആല ആകുന്നത് ഏകനാണ്. എന്നാൽ തന്നെ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ, അള്ളാഹു ഖബർ. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ അർത്ഥം എങ്ങനെ വരുന്നത് എന്നുള്ള ഡിസ്കഷനാണ്. നമുക്ക് ഇപ്പൊ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഖബറാണ്, ഖബർ സാനിയാണത്, പിന്നെ പറയാം. അപ്പൊ അതാണ് കുൽ ഹു അള്ളാഹു അഹദ്. അള്ളാഹു ആകുന്നത് അഹദുൻ ഒരുവനാണ്. അള്ളാഹു സമദ്, അള്ളാഹു എങ്ങനത്തെ ആളാണ്, സമദാണ്. ഈ മഖ്സൂദ് ഫിൽ ഹവായിജ് അല ദവാമി, നിരന്തരം അള്ളാഹുവിനെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതാണ് സമദ് എന്ന് പറഞ്ഞാല്. എല്ലാവരും ഒരാളെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളാണ് അള്ളാഹു.
ഒരാരും വേറെ ആരെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹുത്താലയെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സമദ്. ലം യലിദ്, പിന്നെ പറയണത് ലം യലിദ്, അള്ളാഹുത്താല പ്രസവിച്ചിട്ടില്ല. ലിൻതിഫായി മുജാനസത്തി, അള്ളാഹുത്താലക്ക് എന്തില്ല? ഇണകളോ അങ്ങനൊന്നുമില്ല. അപ്പോ പ്രസവിക്കുന്നില്ല. അള്ളാഹുത്താല പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അള്ളാഹുത്താല ആണെങ്കിൽ പ്രസവിക്കപ്പെട്ടതുമല്ല. അള്ളാഹുത്താല കുട്ടികളില്ല, ഭാര്യ, സന്താനങ്ങൾ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ, അങ്ങനെയാണത്. അള്ളാഹുത്താലനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാണ് സംഭവം. നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതിന്റെ ആദ്യത്തെ ഈ സന്ദേശം ഇറങ്ങിയത് തന്നെ ഇതാണ്. ഖുറാന്റെ മെയിൻ തീമാണ് എന്ത്? അള്ളാഹുവിന്റെ ഏകത്വ സങ്കല്പം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഇഖ്ലാസിന് ഇത്രത്തോളം പദവി ഉള്ളത്. പല വിഷയത്തിലും അല്ലേ നമ്മള് 1,00,000 ഇഖ്ലാസ് ഓതുന്ന സന്ദർഭം, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അങ്ങനെ ഓതുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇഖ്ലാസ് മൗഇദത്തൈന് നമ്മള് ഫാത്തിഹ ഇഖ്ലാസ് മൗഇദത്തൈന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ദിവസവും ഒരു ദിവസം മുടങ്ങാണ്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളാണ്. ഇവിടെ ലം യലിദ്, അള്ളാഹുത്താല പ്രസവിച്ചിട്ടില്ല. ഇപ്പൊ കാരണം ഭാര്യ, മക്കൾ എന്നുള്ളതൊന്നും അള്ളാഹുത്താലക്ക് ഇല്ലാത്തതാണ്. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടതല്ല. അള്ളാഹുത്താല ആരെയും പ്രസവിച്ചതല്ല. അങ്ങനെ പ്രസവിച്ചതാവണമെങ്കിൽ അതിന് മുമ്പ് ഒരു സാധനം വേണം, അല്ലെ? ഒരു ഉമ്മി വാപ്പയൊക്കെ ഉണ്ടായിട്ടല്ലേ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ ഉണ്ടാവുക. ഇനി പ്രസവിക്കാൻ പറഞ്ഞാൽ തന്നെ അത് മുതലാണ് തുടങ്ങുന്നത്, അല്ലെ? അതൊരു തുടക്കമാണ് പ്രസവം എന്ന് പറഞ്ഞാല്. പക്ഷെ അള്ളാഹുത്താലക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആ തുടക്കത്തിന് മുമ്പ് പിന്നെ എന്താണ് ഉണ്ടായെന്നുള്ള ചോദ്യം വരും. അപ്പൊ അങ്ങനെയല്ല, അള്ളാഹുത്താല പ്രസവിക്കപ്പെട്ടതല്ല. ആദ്യമേ എന്ത് ചെയ്യുന്നതാണ്? ഉണ്ട്. അള്ളാഹുത്താലക്ക് തുടക്കവും ഇല്ല, ഒടുക്കവും ഇല്ല. ഓക്കെ, അതാണ് ലം യലിദ് വലം യൂലദ്. ഇനി വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇന്ന് അള്ളാഹുത്താലക്ക് ഒരു കുഫു ഇല്ല, ഒരു സമാനമായ ഒരാളും ഇല്ല. കുഫുവൻ അഹദ്, ഒരാളും അള്ളാഹുത്താലക്ക് കുഫു അല്ല. കുഫു അല്ല പറയുമ്പോ ഒരാളും സമമല്ല. ഐ മുകാഫിയൻ വ മുമാസിലൻ, ഒരാൾക്ക് സമമായിട്ട് തുല്യനായിട്ട് ഒരാളും ഇല്ല. നമ്മള് ഇത് നോക്കല്ലോ, കല്യാണത്തിന് കുഫു വെക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഒരു ബാലൻസിൽ വരണം, അല്ലേ? പെൺവീട്ടുകാരും അവരുടെ കുഫു ഒത്ത് വരണം. പെണ്ണിനോട് എന്ത് ചെയ്യണം? യോജിച്ച ഒരു ഫാമിലിയിലേക്കായിരിക്കണം കല്യാണം നടക്കേണ്ടത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ 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 കുഫ ഉദ്ദേശിച്ച അപ്പൊ ഏകദേശം തുല്യരായിട്ട്, അള്ളാഹുത്താലക്ക് തുല്യരായിട്ട് ഒരാളും ഇല്ല. ആ, എങ്ങനെ? ആ, അതിനർത്ഥം നമ്മ ഒന്നൊരു സമത് എന്ന് പറഞ്ഞതാണ് എല്ലാവരും അള്ളാഹുത്താലനെ ഉദ്ദേശിക്കും. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അള്ളാഹുത്താലനെ ആശ്രയിക്കും. അതാണ് സമത്. സമതിന്റെ ഒറ്റ മലയാളം നോക്കട്ടെ. എല്ലാവരും ഒരു ഇതിന് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതിനെ പറ്റിയിട്ടാണ് എന്ത് പറഞ്ഞത്? സമത് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഏഹ് ആശ്രയം എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലക്ക് ആരെയും ആശ്രയിക്കുന്നില്ല എന്നല്ലേ? ഇത് അങ്ങനെയല്ല, എല്ലാവരും അള്ളാഹുത്താലേനെയാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അതില അതില് വേറൊരു അർത്ഥമുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ അർത്ഥമുണ്ട്. പക്ഷെ അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശാർത്ഥം എന്തല്ല, അതല്ല. ഓക്കെ, അപ്പൊ അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പൊ അള്ളാഹു താലാന്റെ ഉലൂഹിയത്തിനെ പറ്റി, ദൈവത്വത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന, അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സൂറത്താണ്. ഇപ്പൊ റബ്ബിനെ പറ്റി ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സൂറത്ത് ഇറങ്ങുന്നതും. അപ്പൊ കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ തങ്ങൾ പറയുക, അള്ളാഹു താല ഒരുവനാണ്, ഏകനാണ്. അള്ളാഹു സമദ്, അള്ളാഹു താല സമദാണ്. എല്ലാവരും അവരുടെ
ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന അള്ളാഹു ആണ്, അള്ളാഹുവിനെയാണ്. അങ്ങനത്തെ ആളാണ് അള്ളാഹു. അതാണ് സമദ്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു താല പ്രസവിച്ചിട്ടില്ല, വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. അപ്പൊ അവന് മക്കളില്ല, അവൻ ആരുടെയും മകനുമല്ല. ഓക്കെ. ഇനി വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹു താലാക്ക് കുഫുവായിട്ട് ഒരാളുമില്ല, അള്ളാഹു താലാക്ക് സമമായിട്ട് ഒരാളുമില്ല. ഓക്കെ. ഇത് യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഇസ്ലാമിക മീൻസ് പ്രമാണങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എല്ലാ നിലക്കും എന്ത് ചെയ്യാണ്, അള്ളാഹു ഏകനാണ്, ഏകദൈവം വിശ്വാസം മാത്രമാണ് ശരി എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നമ്മളെ അടിസ്ഥാനപരമായ തെളിവ് എന്താണ്? മുത്തുനബിയിൽ നിന്ന് നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. ലോകത്ത് ഒരു മതത്തിന് അത്ര ഉറപ്പോടെ പറയാൻ പറ്റാത്ത അത്ര ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത നമ്മുടെ ദീനിനുണ്ട്. കാരണം കണ്ട ആൾക്കാർ എന്നെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു, അവര് എന്നെ അടുത്ത തലമുറക്ക് കൈമാറുന്നു, ഇതൊക്കെ റെക്കോർഡായിട്ട് വരുന്നു. അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അന്ന് കാണിച്ച സൂക്ഷ്മതയുടെയും ഒരു ഹദീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത യാത്രയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ഫലമാണ് എന്ത്, ഇന്നും ചരിത്രത്തില് ഇത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നമ്മുടെ ഹദീസുകളും ഖുറാനൊക്കെ സൂക്ഷിച്ചു എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അന്നുണ്ടായ ഖുറാൻ തന്നെയാണ് നമ്മൾ ഇന്നും ഓതുന്നത്, അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ലല്ലോ. അപ്പൊ അതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോ മുത്തനബി പഠിപ്പിച്ചു കൊടുത്തതാണ്. അത്ര വിശ്വാസ്യനായ ഒരാൾക്കും എതിരഭിപ്രായം ഇല്ലാത്ത എന്ത് നബിതങ്ങള് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സന്ദേശം ആയതുകൊണ്ടാണ് ഇത്രത്തോളം എന്ത് ചെയ്യുന്നത്, അതിന് പ്രാധാന്യം വരുന്നതും നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ വിശ്വാസം നബിതങ്ങൾ പറഞ്ഞു എന്നുള്ള വിശ്വാസമാണ്. പിന്നെ യുക്തി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. ഒരു ദൈവം മാത്രമാണ് ശരി എന്ന രീതിയിൽ തെളിയിക്കാൻ പറ്റും. പക്ഷെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ അടുത്ത് തന്നെ നമ്മള് ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർ ഒരു കടയിൽ ഇങ്ങനെ ഒരാൾ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിഷയം ഇങ്ങനെ കേട്ടിരുന്നു. ഓനിങ്ങനെ ഓരോ സംശയം വരാൻ, പഠിച്ചോനെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷയങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യാ, ബാക്കിയുള്ള ജോലിക്കാരെ കൂടി കേൾപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇത്തരം ചെറിയ കുറച്ച് അറിവുണ്ടെങ്കിൽ തന്നെ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് യഥാർത്ഥത്തിൽ ശരി എന്നുള്ളത്. അപ്പൊ നമ്മളെ അടിസ്ഥാനപരമായ വിശ്വാസം മുത്തുനബിയിലുള്ള നബിതങ്ങള് ശരിയാണ്, അല്ലെങ്കിൽ അതിനൊരുപാട് തെളിവുകളുണ്ടല്ലോ. ചരിത്രത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റാത്തത്ര ചരിത്രങ്ങൾ കണ്ടവരെ കണ്ടുള്ള ഒരുപാട് പരമ്പരകളും മാറ്റം വരുത്തപ്പെടാത്ത ഖുർആനായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നബിതങ്ങൾ വരെയുള്ള കാലഘട്ടത്തിനെ തൊട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. നമ്മള് പഠിപ്പിച്ച മദ്രസ, നമ്മള് അറിഞ്ഞ വിഷയങ്ങൾ, ഇസ്ലാമിനെ പറ്റി അറിഞ്ഞുള്ള വിഷയങ്ങൾ നബിതങ്ങളിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇനി ലോകത്തിന്റെ പിന്നെ ഫിലോസഫിയിലൊക്കെ വരുന്ന എങ്ങനെയാണ് ലോകം ഉണ്ടാകുന്നത്, ലോകത്തിന് പല സൃഷ്ടാവുണ്ടായാൽ പല റബ്ബുണ്ടായാൽ എന്താണ് സംഭവിക്കുക, അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഒരു ഒറ്റ ഇലാഹിനെ, ഒരു ദൈവം ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ. നിങ്ങളെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ? ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇൻഷാല്ലാ എന്ത് ചെയ്യാം, അതിനൊരു ഓവർ ആലോചിച്ച് ടെൻഷൻ ആവണമെന്നല്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ കേട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടോ?
ഹലോ, ഓക്കെ അല്ലേ? രണ്ട് സൂറത്ത് ക്ലിയർ ആയില്ലേ അല്ലേ? ഇൻഷാല്ലാ. എന്നാ ബാക്കി നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് ചെറിയ ചെറിയ സുഹൃത്തുക്കളായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, മീമേ, ആ ചെയ്യാം ചെയ്യാം. ഓക്കെ ഓക്കെ, എന്നാ ശരി. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.